നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ മാസം 5-നാണ് അതിക്രൂരമായ കൊലപാതകത്തിന്റെ വാർത്ത കേട്ട വെള്ളറട ഒന്നടങ്കം നടുങ്ങിയത്. സമൂഹത്തിൽ വളരെ മാന്യനും വളരെ സ്നേഹസമ്പന്നനുമായ ജോസ് എന്ന വ്യക്തി സ്വന്തം മകന്റെ കൈകൊണ്ട് വെട്ടിക്കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടതിന്റെ നടുക്കം ഇതുവരെയും വെള്ളറട സ്വദേശികൾക്ക് മാറിയിട്ടില്ല. ഇപ്പോഴിതാ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോൾ ഞെട്ടലോടുകൂടി അല്ലാതെ ആർക്കും അത് കേൾക്കാൻ സാധിക്കുകയില്ല. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിങ്ങിനായി മലയാളി വാർത്താ സംഘം അവിടുത്തെ വെള്ളറട സ്വദേശികളെ കാണുകയും സംസാരിക്കുകയും ചെയ്തപ്പോൾ വളരെ നല്ലൊരു കുട്ടിയായിരുന്നു പ്രജിൻ എന്നാണ് പറഞ്ഞത്. 28 വയസ്സുകാരനായ പ്രജിൻ കഴിഞ്ഞ കുറച്ചു നാളുകളായി സാധാരണക്കാരുമായി വലിയ അടുപ്പം പുലർത്തിയിരുന്നില്ല എങ്കിൽ പോലും നേരത്തെ സ്കൂളിൽ പഠിച്ചിരുന്ന കാലം മുതൽ തന്നെ വളരെ നല്ല രീതിയിൽ ഇടപഴകിയിരുന്ന ഒരു പയ്യനായിരുന്നു, ഞങ്ങളുടെ ഇടയിലെ ഒരു പയ്യനായിരുന്നു എന്നായിരുന്നു നാട്ടുകാർക്ക് ഒന്നടങ്കം പറയാനുള്ളത്. എന്നാൽ ഇതേ പയ്യന്റെ 28 വയസ്സ് മാത്രമുള്ള ഈ പ്രജിന്റെ യഥാർത്ഥ സ്വഭാവം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് നാട്ടുകാർ. പ്രജിന്റെ കിടപ്പ് മുറിയിലെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടലോടുകൂടിയേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അതൊരു കിടപ്പ് മുറിയാണ് എന്ന്, ആ മുറിയിൽ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ, ഒരു 28 വയസ്സുകാരൻ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ഭുതത്തോടു കൂടിയല്ല നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ശുചിമുറിയിൽ മുഴുവനായി പ്രജിന്റെ മുടി ആയിരിക്കണം ഒരു ഭാഗത്ത് കൂട്ടിയിട്ട നിലയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വലിയ പെട്ടിക്കുള്ളിൽ നിന്നും 50-ലേറെ സിഗരറ്റ് പെട്ടികൾ ആ മുറി നിറയെ ഉണ്ട്. മാത്രമല്ല അവിടെ ഇവിടെ വലിച്ചിട്ടിരിക്കുന്ന പുസ്തകത്തിൽ ഇംഗ്ലീഷിലും മലയാളത്തിലുമൊക്കെ കോറി വെച്ചിരിക്കുന്നു. കൂടുതലുമായി ഈ ഡോക്ടറിന്റെ വേഷത്തിൽ ഈ രാക്ഷസന്മാരുടെ രൂപത്തിലുള്ള സ്റ്റെതസ്കോപ്പ് അടക്കം വരച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇപ്പോൾ പുറത്തു വരുന്നത്, അമ്മയടക്കം പറയുന്ന വിവരം പുറത്തു വരുന്നത് ബ്ലാക്ക് മാജിക് അടക്കം നടന്നിരുന്നു എന്നാണ്. അത്തരം സാധനങ്ങൾ സൂചിപ്പിക്കുന്ന, അല്ലെങ്കിൽ അത്തരം ബ്ലാക്ക് മാജിക് അടക്കം നടന്നിരുന്നു എന്ന സൂചന നൽകുന്ന ചില നിർണായക വസ്തുക്കളും ഈ മുറിയിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. മുറി കണ്ടു കഴിഞ്ഞാൽ അതൊരു മുറിയായിരുന്നു, ഇവിടെ ഒരു ആള് താമസിച്ചിരുന്നു എന്നൊന്നും പറയില്ല. ഏകദേശം ഒരു 18 മാസത്തോളം മുറിയിൽ നിന്നും പുറത്തിറങ്ങാതെ ഇയാൾ അകത്ത് തന്നെയായിരുന്നു. 8 വർഷത്തോളമായി ഈ പ്രജിന്റെ സ്വഭാവത്തിൽ മാറ്റം വന്നിട്ട് എന്നും അമ്മ പറയുകയാണ്. വെള്ളറട കിളിയൂരിലെ അച്ഛനെ മകൻ കൊലപ്പെടുത്തിയ കേസിൽ വൻ വഴിത്തിരിവ് വരുമ്പോൾ പിതാവ് ജോസിനെ മകൻ പ്രജിൻ കൊലപ്പെടുത്തിയത് ബ്ലാക്ക് മാജിക് പ്രേരണയാലെന്ന സംശയം തന്നെയാണ് ബലപ്പെടുന്നത്. പ്രജിനെ കുറിച്ച് വെളിപ്പെടുത്തലുമായി മാതാവാണ് രംഗത്ത് വരുന്നത്. മകൻ നിഗൂഢ ജീവിതമാണ് നയിച്ചത് എന്ന് തന്നെയാണ് കൊല്ലപ്പെട്ട ജോസിന്റെ ഭാര്യ സുഷമ്മ വെളിപ്പെടുത്തിയത്. സുഷമ്മയുടെ വാക്കുകൾ ഒന്ന് കേൾക്കാം. എത്ര ദേഷ്യപ്പെട്ടാലും മോനെ മോനെ എന്ന് വിളിച്ച് ഞങ്ങൾ രണ്ടുപേരും സംസാരിക്കും. ചൈനയിലെ പഠനമെല്ലാം പൂർത്തിയാക്കി ഗ്രാജുവേഷനും കഴിഞ്ഞു. ഒരു കോഴ്സ് ചെയ്യണമെന്ന് പറഞ്ഞ് എന്തോ സിനിമ ആക്ടറായിട്ടാ അങ്ങനെ എന്തോ എറണാകുളത്ത്, അങ്ങനെ ഏതാണ്ട് 1.5 ലക്ഷം രൂപ അപ്പോഴങ്ങനെ കൊടുത്തു. എന്നിട്ട് കോഴ്സ് കഴിഞ്ഞ് വന്നിട്ട് പിന്നെ അവന് സ്വഭാവം വീണ്ടും ഭയങ്കര മാറ്റം. അതിനുശേഷം ഈ മോൻ ചർച്ചിൽ വരില്ല, വിളിക്കുമ്പോഴൊന്നും പിന്നെ ഞാനിനി അങ്ങോട്ടില്ല എന്ന് പറയും. എപ്പോഴും ഈ ഓം എന്നൊക്കെ ഉള്ള അശരീരിയായിട്ടുള്ള ഓം എന്തോ ഒരു വൈബ്രേഷൻ പോലെ ഈ ഹിന്ദുവിൻ്റെ എപ്പോഴും അത് ഇവൻ പുറത്തിറങ്ങിയാലും ഇട്ടിട്ടേ ഇറങ്ങും. മുകളിൽ നമുക്ക് കയറാൻ പറ്റില്ല, റൂം പൂട്ടിയിട്ടാണ് അകത്ത് നിൽക്കുന്നത്. നമുക്ക് റൂം തുറക്കാനുള്ള അനുവാദമൊന്നുമില്ല. നമ്മളവിടെ അവൻ്റെ പടി ചവിട്ടിയെന്നായ അവൻ ഉടൻ നമ്മളെ പ്രതികരിക്കും. വല്ലാത്ത ഭീഷണിയാണ് നമുക്ക്. മകൻ പുറത്ത് വന്നാൽ എനിക്ക് ഭയം തന്നെ. ഞാൻ എൻ്റെ ഭർത്താവിനെ ഇങ്ങനെ ചെയ്തപ്പോൾ ഇനി ശ്രമിക്കാനൊട്ടുമില്ല ഞാൻ രക്ഷപ്പെടുത്താനാണ്. അതുകൊണ്ട് അവൻ വന്നു കഴിഞ്ഞാൽ ഇനി അടുത്ത് ഞാൻ എന്തെങ്കിലും ഈ പറയണത് അവൻ കേട്ട് കഴിഞ്ഞാൽ എൻ്റെ മോളെ ഞങ്ങൾ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും.